നമ്മുടെ സ്കൂളുകളുടെ കുറവ് കൊണ്ടല്ല, നമ്മുടെ കുട്ടികൾക്ക് അറിവില്ലാത്തതോ കൾച്ചർ ഇല്ലാത്തതോ, ഇവിടെ സാംസ്കാരിക സംഘടനകളുടെ കുറവ് കൊണ്ടല്ല, സാംസ്കാരിക പ്രവർത്തനത്തിന്റെ കുറവ് കൊണ്ടല്ല നമ്മുടെ സമൂഹത്തിന് സംസ്കാരമില്ലാതാവുന്നത്. എല്ലാ ആണുങ്ങളോടും നിനക്കൂല്ലടാ അമ്മയും പങ്ങളും എന്ന് ചോദിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ചോദിക്കാത്തത് കൊണ്ടല്ല അത് തിരിച്ചറിയാതെ പോകുന്നത്. ഇവിടെ ലഹരിയുടെ പാക്കറ്റിന്റെ മുകളിൽ അത് ഇൻജൂറിയസ് ഹെൽത്ത് ആണ്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നതാണ് സിഗരറ്റ് പാക്കറ്റിന് മേലെ എഴുതി വെക്കാത്തത് കൊണ്ടല്ല. ഇവിടുത്തെ ഓരോ റോഡ് സൈഡിലും അമിത വേഗത അപകടത്തിലേക്ക് നയിക്കും. എന്നിട്ട് ഡാറ്റ ഇങ്ങനെ റോട്ടിലുണ്ടാകും. കഴിഞ്ഞ ഇത്ര കാലത്തിനുള്ളിൽ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചവർ, ഹെൽമെറ്റ് ധരിക്കാത്തവർ, അതുപോലെ റോഡ് ആക്സിഡന്റിൽ മരിച്ചവരുടെ കണക്കുകൾ ഇവിടെ കാണിക്കാത്തത് കൊണ്ടല്ല ഡ്രൈവർ അമിത വേഗത്തിൽ ഓടിക്കുന്നത്, അതില്ലാത്തത് കൊണ്ടല്ല. വളരെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചില സൈൻ ബോർഡുകൾ ഉണ്ടാവാറുണ്ട് കോഴിക്കോട്, തൃശ്ശൂർ. ഞാൻ കോഴിക്കോട് എൻ്റെ PG യുടെ സമയത്ത് ഞാനൊരു മിനി റിസർച്ച് നടത്തിയിരുന്നു. അത് കാലിക്കറ്റ് പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ബസ് ഓടിക്കുന്ന പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സിൻ്റെ സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ആയിരുന്നു. അന്ന് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. അത് 2007 2006-07 കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിലെയും തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെയും ഡ്രൈവേഴ്സിന്റെ പിന്നാലെ ഓടിയിട്ട് ഞാൻ അവരുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്മാരുടെ രണ്ട് കാര്യം: ഒന്ന് അവരുടെ പ്രഷർ, രണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അന്ന് MD കഴിഞ്ഞിട്ട് MA എടുക്കുന്ന കാലമായിട്ടില്ല. ഇപ്പോഴാണ് MD കഴിഞ്ഞാൽ MA എടുക്കുന്നത്, MD MA ആവുന്നത്. ഡോക്ടർമാർ MD പോരാ, അത് കഴിഞ്ഞിട്ട് MA എടുക്കും. നേരെ തിരിച്ചാണ് MBBS കഴിഞ്ഞിട്ടാണ് MD ഉണ്ടാവുക, സ്പെഷ്യലൈസേഷൻ ഉണ്ടായത്. അത് ഇത്രയും വ്യാപകമാവാത്ത ഒരു കാലത്ത് ഈ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവേഴ്സ് മിക്കവാറും ഇത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലായത്. അവർ പറഞ്ഞിട്ടുണ്ട് എന്നോട്, മുമ്പിലൂടെ പോകുന്ന ബൈക്കും കാറൊക്കെ ഒരു മൂട്ടയോ ഉറുമ്പോ ആയിട്ടേ തോന്നാറുള്ളൂ. നമ്മൾ വീശിയടിച്ചു പോകും, സംസാരിക്കാൻ വന്ന അപ്പം കയറും പൊട്ടിക്കും, അല്ലെങ്കിൽ അവൻ്റെ മേലെ കൂടെ കയറ്റി പോകും. പിന്നെ കയറാത്ത എന്താ വെച്ചാൽ ഡ്രൈവർ എന്ന സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മിനിമം ഒരു എത്തിക്സ് അവരുടെ മനസ്സിൽ, അതുകൊണ്ടാണ് കയറുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ അടിച്ചിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുമ്പിലുള്ള ബോർഡ് ഇത്തിരി വേഗത കുറച്ചാൽ എന്താ, എത്തേണ്ട അടുത്ത് എത്താമല്ലോ, ഒരിക്കലും എത്താതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരല്പം വൈകി എത്തുന്നു എന്നുള്ള ക്യാപ്ഷൻ ബോർഡ് ഇല്ലാത്തത് കൊണ്ടല്ല. ഈ ചീറിപ്പാഞ്ഞാൽ ജീവിതത്തിൽ എവിടെ എത്തൂല്ലേ.